രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി എല്ലാം കൂടി ഇട്ടൊരു കറി വയ്ക്കുകയാണ്. ഒരു സിമ്പിൾ കറിയെ എൻ്റെ രീതിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. ഇപ്പോഴേ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് ഞാൻ വേവിക്കാനെന്ന് വെച്ചതാണ്. അതിന് ശേഷമാണ് ഞാൻ മസാലകളൊക്കെ ചേർക്കുന്നത്. അപ്പോഴേ ഇതിരുന്നൊന്ന് വേകട്ടെ. ഒരു കുഞ്ഞ് തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് എടുക്കാം. ഇപ്പം തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണേലും കട്ട് ചെയ്യാതെ എണ്ണയിലിട്ട് കഴിയുമ്പോൾ അങ്ങ് വഴരുമല്ലോ. അപ്പം ഞാനിവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് വഴറ്റി മസാലയും ചേർത്ത് വെന്ത് വെച്ച ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടെ വെന്ത് വെച്ചിട്ടുണ്ടല്ലോ, അതോടിട്ട് നമുക്ക് വഴറ്റി ഒരു കറി തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 2-3 സ്പൂണ്, അതായത് ഇതുപോലുള്ള സ്ട്രോ സ്പൂൺ അതിന് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഉറഞ്ഞിരിക്കുക. ഇനിയും നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. എൻ്റേതായ ശൈലിയിൽ ആണ് ഞാൻ കറി വയ്ക്കുന്നത്. കടുകിട്ട് കൊടുത്തു. ഇനിയും തീ മെല്ലെ താത്ത് വെച്ചിട്ട് പെരിഞ്ജീരകം കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ഇവിടെ രണ്ടും കൂടെ നന്നായിട്ട് മൊരിയുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വേഗട്ടെ. വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ തക്കാളിയിലേക്ക് ഞാൻ മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് തട്ടിക്കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം ഇട്ട് നന്നായിട്ടൊന്നുകൂടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയായതുകൊണ്ട് എളുപ്പം അങ്ങ് വഴന്ന് വരും. ഇപ്പം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് മല്ലിയില ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇപ്പോൾ ഇല്ല. ഇപ്പോഴേ മസാലയുമായിട്ട് ഇതൊന്ന് കിടന്നൊന്ന് ജോയിൻ്റ് ആകട്ടെ, മിക്സായി. ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ കറി ഇവിടെ പെട്ടെന്ന് തയ്യാറായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഈ പരുവത്തിലായിട്ടുണ്ട്. മല്ലിയിലയോടെ തുകാഞ്ഞിൽ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോഴേ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ രീതിയിലാണ് പരത്തുന്നത്. ഒരു ചപ്പാത്തി നന്നായി പരത്തിയിട്ട് അതിൻ്റെ പുറത്ത് നെയ്യോ
എണ്ണയോ എന്തുവാകാം. ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടിയത്. നെയ്യ് പുറമേ തൂക്കാൻ എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും നന്നായി ഒന്ന് പരത്തിയെടുക്കാം. 4 സൈഡും മടക്കിയ ശേഷം പരത്തുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോഴേ പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരാനായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കല്ലേലോട്ട് വെച്ചതാണ്. ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയും ഞാൻ ചപ്പാത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം നെയ്യ് തേച്ച് കൊടുക്കുന്നു. അടുപ്പേ വെച്ച് തേച്ച് കൊടുക്കുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. ഇത് ചൂടോട് കഴിക്കാനാണ് നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. എനിക്ക് ചൂടോട് കഴിക്കുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും സൂപ്പറായിട്ടറിയാം. പിന്നെ ഞാനെന്തിനാണ് പൊട്ടത്തരം പറയുന്നത് അല്ലേ? ഞാൻ ചെയ്യുന്ന രീതിയാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത്. ഇതിൽ നമ്മുടെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനിയും 2 ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കറിയും ചേർത്ത് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം അപ്പോഴേ നമ്മുടെ പ്ലാവിലാണെങ്കിൽ ഒരുപാട് ചക്ക ഉണ്ടാകുന്നുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചു പ്ലാവും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്ലാവൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിലും പറിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കാരണം ചെറിയ പ്ലാവുകൾ വാങ്ങിച്ചു വെച്ച്. അപ്പോഴതേ നിറയെ ചക്കകളുണ്ടായി. ഒന്നും കിട്ടില്ല. മൊത്തം കുരങ്ങന്മാർ വന്ന് തിന്നിട്ട് പോകും. അപ്പോഴേ ഞാനോർത്ത് ഒരു കുഞ്ഞി ചക്കയൊന്ന് പറിച്ച് നോക്കി ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കിയാലോ, കൊള്ളാമോ എങ്കിൽ അത് കറി വയ്ക്കാം എന്നും വെച്ച് ഞാൻ ഒരു ചക്ക പറിച്ചുകൊണ്ട് വന്ന്. ഇപ്പം പൊട്ടാണ്, ഒന്നിനും കൊള്ളത്തില്ല, കൊത്തലാണ്. ഇതിൻ്റെ കുരു പോലും വേഗത്തില്ല, ആ ഒരു ടൈപ്പിലാണ്. ഇപ്പോഴും ഞാനോർത്ത് കളയുന്നില്ല, അത് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ പോലെ വയ്ക്കാം എന്നും വെച്ച് ഞാൻ ചെത്തിയെടുത്തുകൊണ്ട് വന്ന് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ചെറുതായിട്ട് നമ്മുടെ ഈ കടച്ചക്കയൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് ചീകി ഞാൻ അരിഞ്ഞെടുത്തു. അപ്പം അതിന് ശേഷം പിന്നെ അത് എനിക്കറിയാം അത് ശരിക്കും വേഗില്ല. അതുകൊണ്ട് ഞാൻ അത് കുക്കറിലാണ് ഇട്ട് വേവിച്ചെടുത്തത്. അപ്പോഴേ ഞാനിങ്ങനെയാണ് സാധാരണ നമ്മുടെ ചക്ക വേവിക്കുന്നത് മാതിരി. പല ജില്ലക്കാരെ പല രീതിയിലല്ലേ വേവിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ചക്ക വേവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴേ ഞാൻ ചക്ക വേവിക്കാൻ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് തേങ്ങായ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നത് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എടുത്തില്ല. അതുകൊണ്ട് കറിവേപ്പില എടുത്തില്ല. കറിവേപ്പിലയും ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത ശേഷം അതിന് മുമ്പേ ചതച്ചെടുത്തതിന് മുമ്പേ ഞാൻ കുക്കറിലാണെങ്കിൽ ഈ അരിഞ്ഞ ചക്ക എല്ലാം കൂടി ഇട്ട് വെച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഇച്ചിരി വെള്ളം കൂടുതലാണ് ഒഴിച്ചത്. പക്ഷേ അത് വെള്ളം ഇച്ചിരി കൂടിപ്പോയി, സാരമില്ല. എങ്കിലും അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ശരിയാക്കിയെടുത്തു. എങ്കിലും കളയണ്ടല്ലോ. അപ്പം കളയാതെ ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിക്കാമല്ലോ. വിഷം അടിക്കാത്ത ഒരു പച്ചക്കറി ഐറ്റം അല്ലേ ഇത്. ശരീരത്തിനും ഗുണമുള്ള സാധനമല്ലേ.
അപ്പോൾ ഞാൻ കളയുന്നില്ല എന്ന് വിചാരിച്ചു. കുക്കറിലൊക്കെ ആക്കി ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ അരപ്പും തയ്യാറാക്കി അരച്ചെടുത്ത് ഇപ്പോഴത്തേന് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അരപ്പ് ആ ചക്കയുടെയൊക്കെ നടുവിലോട്ട് ഇട്ട് വീണ്ടും അത് തവി കൊണ്ട് എല്ലാം ഇളക്കി ഒന്ന് തല്ലിപ്പൊത്തി വെച്ച് ചക്ക ഞാൻ വേവിച്ചെടുത്ത്. അതിന് ശേഷം വീണ്ടും ഇതിനെ കടുക് എടുത്തായിരുന്നു. കടുകും വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ വറുത്ത് ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തതാണ്, അതിൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓഫായിരുന്നു, അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. അപ്പോഴങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ചെറിയ ചക്ക വേവിച്ചത്, പുട്ട് ചക്ക വേവിച്ചത്. കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേ ഇനിയും ഈ ചെറിയ വീഡിയോ കൂടുതലായിട്ടൊന്നും ഇന്ന് റെസിപ്പിയും കാര്യങ്ങളും മറ്റ് വീട്ടുവിശേഷങ്ങളും ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഉൾപ്പെടുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഇതൊക്കെ. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ ഇതിൽ തന്നെ ഒരു എല്ലാവരും പറയുന്നത് പോലെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് കൂട്ടുകാരോട് ഒരു വാക്ക്, അതായത് പഴയ കൂട്ടുകാരോടല്ല കേട്ടോ, പുതിയ കൂട്ടുകാരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ട് എങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഹൈപ്പെന്ന് പറയുന്നൊരു ഓപ്ഷനും ഒക്കെ ഉണ്ടല്ലോ, അതുകൂടൊക്കെ ഹൈപ്പും ഒക്കെ ചെയ്യണേ, മറക്കല്ലേ. അപ്പോഴേ വീണ്ടും ഇതുപോലൊക്കെ ഒരു വീഡിയോകളുമായിട്ട് വരാം. കൂടുതലായിട്ട് നമുക്ക് വീഡിയോകളും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. അടുക്കളയുടെ 4 ചുവരുകളിൽ ഈ വീടിൻ്റെ പരിസരവുമായിട്ട് കഴിയുന്ന എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളതും വീഡിയോ ഇടാനുള്ളതും. ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് വീഡിയോ ഇടാനോ പറയുവാനോ ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോഴേ ചിലർക്കിതൊന്നും കണ്ട് ഇഷ്ടപ്പെടുകയില്ല എന്നറിയാം, എങ്കിലും